soprattutto quando ci sono grandi problemi da affrontare, c'è la sensazione che il male sia più forte e viene da chiedersi che cosa devo fare. ഒരിക്കൽ വത്തിക്കാനിലെ കർദിനാൾമാരെയും മെത്രാപ്പൊലിത്തമാരെയും മെത്രാന്മാരെയും മുൻസിനർമാരെയും വൈദികരെയും എന്ന് പറഞ്ഞാൽ വത്തിക്കാനുമായിട്ട് ബന്ധപ്പെട്ട് ശുശ്രൂഷ ചെയ്യുന്ന മേലധികാരികളൊക്കെ വിളിച്ചുകൂട്ടി ഒരിക്കൽ ക്രിസ്മസ് സന്ദേശം കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. എനിക്ക് വളരെ വളരെ ശ്രദ്ധാർഹമായിട്ടുള്ള ഒരു പ്രസംഗമാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹം പറഞ്ഞത് സഭയിലെ കുഷ്ഠരോഗങ്ങളെ പറ്റിയാണ്. ദ ലെപ്രസി, 3 കുഷ്ഠരോഗങ്ങളെ പറ്റി അദ്ദേഹം സൂചിപ്പിച്ചത്. അതിനകത്ത് ഒന്നാമത് കരിയറിസമാണ്. കരിയറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാനമാനങ്ങൾ മോഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹം. അത് വത്തിക്കാനിനുള്ളിൽ തന്നെയുള്ളവരെ പറ്റി കുറ്റപ്പെടുത്തിക്കൊണ്ട കാര്യം പറഞ്ഞത്. പലരുമൊക്കെ നാളെ വൈദികരെന്നാണ്, നാളെ മെത്രാനാകുക, മെത്രാൻ എന്നാണ് മെത്രാപ്പൊലിത്തയാകുക, മെത്രാപ്പൊലിത്തന്നാണ് കർദിനാളാകുക, കർദിനാൾ എന്നാണ് മാർപ്പാപ്പയാകുക. ഇങ്ങനെ കരിയറിസത്തെ പറ്റി എങ്ങനെയാണ് ഉയർന്നുയർന്ന് മുകളിലേക്ക് സഭയിലെ വിവിധ ശ്രേണികളിലേക്ക് കയറിപ്പറ്റാൻ സാധിക്കുക എന്ന് ആഗ്രഹിക്കുന്ന കരിയറിസമാണ് സഭയിലെ ഒരു കുഷ്ഠം എന്ന് അദ്ദേഹം പറഞ്ഞു. രണ്ടാമത് അതോറിറ്റേറിയനിസം, ഈ അധികാരപ്രമത്തത, കിട്ടുന്ന അധികാരങ്ങൾ മറ്റുള്ളവരെ അടിച്ചൊതുക്കാനുള്ള ഒരു 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 വടിയാണ് എന്ന് ധരിക്കുന്ന അധികാരത്തെ പറ്റിയുള്ള തെറ്റായിട്ടുള്ള ഒരു കാഴ്ചപ്പാട്. മൂന്നാമത് അദ്ദേഹം പറഞ്ഞു ക്ലെറിക്കലിസം. പൗരോഹിത്യം അല്ലെങ്കിൽ മറ്റേതെങ്കിലും പൗരോഹിത്യം അല്ലെങ്കിൽ അധികാരത്തിൻ്റെ ശുശ്രൂഷ ലഭിച്ചു കഴിയുമ്പോൾ താൻ ആരോ ആണോ എന്ന് വിചാരിക്കുകയും ബാക്കിയുള്ളവരൊക്കെ എന്നെ അനുസരിക്കേണ്ടവരാണെന്നും എനിക്ക് അടിച്ചമർത്താനായിട്ട് എനിക്ക് അറിവും കഴിവുമുണ്ടെന്നും മറ്റുള്ളവരനുസരിച്ചാൽ മാത്രം മതി എന്ന് വിശ്വസിക്കുന്ന ആ ഒരു ക്ലെറിക്കലിസം. അദ്ദേഹം പറഞ്ഞു ഈ 3 കുഷ്ഠങ്ങളും സഭയിലുള്ള കാലത്തോളം സഭയ്ക്കൊരിക്കലും വളർച്ചയുണ്ടാകും, മുരടിച്ച ഒരു സഭയായിട്ട് തീരും. കാരണം എനിക്ക് നാളെ സ്ഥാനമാകാൻ. അതുകൊണ്ട് മാർപ്പാപ്പ പറഞ്ഞു, ഏതെങ്കിലും വൈദികൻ, അദ്ദേഹം ഒരിക്കൽ മെത്രാന്മാരുടെ തിരഞ്ഞെടുപ്പിനെ പറ്റി പറഞ്ഞതാണ്, ഏതെങ്കിലും വൈദികന് മെത്രാൻ മോഹമുണ്ട് എന്ന് കണ്ടാൽ ഒരു കാരണവശാലും ആ ആളെ മെത്രാൻ സ്ഥാനത്തേക്ക് ഉയർത്തരുത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് ഒരിക്കൽ പറയുണ്ടായി മെത്രാന്മാരെ തിരഞ്ഞെടുക്കുന്ന ഒരു ഗ്രൂപ്പിനോട് സംസാരിച്ചപ്പോൾ. അതുപോലെ തന്നെയാണ് ക്ലെറിക്കലിസം. അത് ഇടവേലി വികാരിയാകാം, കൊച്ചച്ഛനാകാം, രൂപതയിൽ മെത്രാനാകാം, അല്ലെങ്കിൽ വത്തിക്കാനിലെ ഉദ്യോഗസ്ഥരാകാം, മാർപ്പാപ്പ പോലുമാകാം. ഇങ്ങനെ ഒരു ഉയർച്ചയിലേക്ക് എപ്പോഴും കടന്നു വരാനായിട്ടൊരു വ്യഗ്രത. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഈ 3 കുഷ്ഠരോഗങ്ങൾ, ഒന്ന് കരിയറിസം, സ്ഥാനമാനങ്ങൾ കിട്ടാനുള്ള ആഗ്രഹം, 2 ക്ലെറിക്കലിസം, പൗരോഹിത്യം, അതുപോലെ ശുശ്രൂഷ, മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ വേണ്ടി നൽകപ്പെടുന്ന അധികാരത്തെ മറ്റുള്ള അടിച്ചമർത്താനുള്ള അധികാരമായിട്ട് കണക്കാക്കുന്ന രീതിയും, അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങളിലുണ്ടാകുന്ന ആ ഒരു അകൽച്ചയുമൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു സഭയിൽ ഈ 3 അധികാരത്തോടും കരിയറിസത്തോടൊക്കെയുള്ള ആ ഒരു താല്പര്യം മാറ്റിവെച്ച് സഭയിൽ ശുശ്രൂഷിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാനിന്ന് മാർപ്പാപ്പയാണെങ്കിലും ആദ്യം ഞാൻ നിങ്ങളെപ്പോലെ തന്നെ മാമോദീസ സ്വീകരിച്ചൊരു അൽമായനായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഈക്വലായിരിക്കുന്നത് നമ്മുടെ മാമോദീസയിലാണ്. അതിൽ സഭയിൽ ഒരു അംഗമായിട്ട് തീരുന്നു, അൽമായനായിട്ട് തീരുന്നു. പിന്നീടാണ് വൈദികനാകുന്നതും മെത്രാനാകുന്നതും കർദിനാളാകുന്നതും മാർപ്പാപ്പയാകുന്നതും ഒക്കെ. അതൊക്കെ പിന്നീട് നൽകപ്പെട്ട ശുശ്രൂഷകളാണ്. പക്ഷേ അടിസ്ഥാനപരമായിട്ട് നമ്മളെല്ലാവരും ഈക്വൽസാണ്, മാമോദീസ സ്വീകരിച്ച ക്രിസ്ത്യാനികളാണ്. അതിൽ നിന്ന് സഭയിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കും. അതുകൊണ്ട് അവിടെ കരിയറിസത്തിൻ്റെ പ്രശ്നം ഉദിക്കുന്നില്ല, ക്ലെറിക്കലിസത്തിൻ്റെ പ്രശ്നം ഉദിക്കുന്നില്ല, അധികാരത്തിൻ്റെ പ്രശ്നം ഉദിക്കുന്നില്ല. അതൊക്കെ നമുക്ക് ശുശ്രൂഷിക്കാൻ വേണ്ടി നൽകപ്പെടുന്ന സഭയിലെ സംവിധാനങ്ങൾ മാത്രമായിട്ട് കാണാനായിട്ട് നമ്മൾ പഠിക്കും.